സാധാ ഒരു വീട്ടമ്മയായിരുന്നു. വീട്ടിലെ പണിയൊക്കെ ചെയ്ത് മക്കളെയൊക്കെ നോക്കി ഇങ്ങനെ സെറ്റിലായി. പിന്നെ മോള് ഒരു വലുതായപ്പോ അവളുടെ കാര്യങ്ങൾ അവള് ചെയ്ത് തുടങ്ങി. മോനാണെങ്കിലും അവര് തമ്മില് ഭയങ്കര ബോണ്ടാ. അപ്പൊ അവര് സെറ്റിലായിന്ന് എനിക്ക് തോന്നുന്നു. അതായത് പഠനത്തിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്ക് സപ്പോർട്ടാണെന്ന് തോന്നിയപ്പോ എനിക്ക് തോന്നി എന്തെങ്കിലേക്ക് ഞാൻ പോണം. അപ്പൊ ഈ ഒരു ഫീൽഡ് ഞാൻ സെലക്ട് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ചേച്ചി എൻ്റെ അടുത്ത് അതിന് മുന്നേ പറയും നീ പോ ക്ലാസ്സിൽ അങ്ങനെ പോ, കാരണം ചേച്ചിക്ക് ഒരു ഷോപ്പ് ഉള്ളതുകൊണ്ട് എപ്പോഴും എന്നെ പുഷ് ചെയ്യും. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാറില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ ഞാൻ ചേച്ചിനോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി ഇങ്ങനെ ഓരോരുത്തർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ലെക്സ് വെലോസിറ്റിയുടെ ഇത് അറിയണത്. അപ്പൊ അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ മാമിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പൊ നീ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ചു. സത്യം പറഞ്ഞാൽ വിളിക്കുമ്പോഴും എനിക്കൊരു പ്രതീക്ഷയില്ല. എങ്ങനെ എനിക്ക് സംസാരിക്കാൻ പോലും, നമുക്കൊരാൾ വിളിക്കുമ്പോ അവരെങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഫോർമലായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ എന്റെ ഡീപ്പായിട്ട് അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നി ഭയങ്കര ഫ്രണ്ട്ലി ആണ് എന്ന് തോന്നി. എന്നാൽ എനിക്ക് വന്ന ദിവസം തന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുപോലെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു എന്നാ നീ പോ, നിന്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു പറഞ്ഞു. അതിന് പിന്നെ വന്നപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ വരണം എന്നൊരു മനസ്സുകൊണ്ട് സന്തോഷം. പിന്നെ ഞാൻ മോഡേൺ ഒന്നുമല്ല എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോ അത്യാവശ്യം. പക്ഷെ ഇപ്പൊ നമുക്ക് കൂടുതൽ എന്നെ കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങി. ഇച്ചിരിയും കൂടി ഒന്ന് നന്നാവാം, നന്നായിട്ട് നടക്കാം, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. പുറത്തു പോകുമ്പോഴും വലിയ ഇതൊന്നും ചെയ്യാറില്ല. പക്ഷെ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു. വീണ്ടും ഇവിടെ വരാനുള്ളൊരു എന്താ ഇപ്പൊ ഞാൻ നമുക്ക് വന്നിട്ടുള്ളൂ, എന്നിട്ട് ഞാൻ ചിന്തിക്കണം ഇവിടുന്ന് പോവാനുള്ള വിഷമം. പിന്നെ മാമാണെങ്കിലും എന്താ ഭയങ്കരമായിട്ട് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യും. ആമി മാമാണെങ്കിലും പിന്നെ ഈ അഭിലാഷ മാമാണെങ്കിലും ഭയങ്കര എന്താ നമുക്ക് വന്നെന്ന് തോന്നിക്കണ ഒരു അറ്റ്മോസ്ഫിയർ. അപ്പൊ എനിക്കെന്തായാലും അടിപൊളിയായിട്ട് തോന്നേ. പിന്നെ ഞാൻ ഇവിടെ വരുമ്പോ എന്താ ചിന്തിച്ചെന്ന് വെച്ചാൽ ചേച്ചിയുടെ കൂടെ ഷോപ്പില് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചേച്ചിയുടെ കൂടെ ഒക്കെ പോയി ചെയ്ത് അവര് ബ്രൈഡിനൊക്കെ പോകുമ്പോ കൂടെ പോണം, അങ്ങനെ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പൊ ചേച്ചിനോട് വിളിച്ചിട്ടുള്ളൂ, ചേച്ചി നമുക്ക് നല്ലൊരു സ്ഥലം കണ്ടോ, നമുക്ക് ഈ പറഞ്ഞ വിധിയല്ല, നമുക്ക് സെറ്റ് ആക്കണം. അതായത് മാം ഇവിടെ നിന്ന് പറയുമ്പോ ഞാൻ ചിന്തിക്കണത് അന്ന് നമ്മളോട് പറഞ്ഞല്ലോ നമ്മൾ എവിടെ എത്തണം എന്ന്, എവിടെ ആയിരിക്കണം, നമ്മളെ വെയിറ്റ് ചെയ്ത ആൾക്കാരിക്കണം, അങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് നല്ല ഇന്റീരിയർ ഒക്കെ ചെയ്ത വലിയൊരു ഷോപ്പ്, കുറെ ചെടികളൊക്കെ വെച്ച്. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു ഷോപ്പൊക്കെ ഇട്ട് അപ്പൊ ഹസ്ബൻഡ് AC ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് AC ഒക്കെ അങ്ങനെ നല്ല രീതിയിൽ ഇപ്പൊ ഞാൻ ചിന്തിച്ചു തുടങ്ങി. നേരത്തെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ വന്ന എല്ലാ സ്റ്റുഡൻസിനും അങ്ങനെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കണം. ഓക്കെ.